Okay, good afternoon. PDF കാണാനുണ്ടോ? Yes. Okay. Page number 79. Okay. Disaster management ലാണ് security പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ. Then next വരുന്നത് triage ആണ് കേട്ടോ. Triage. എന്താണ് triage എന്ന് പറഞ്ഞാൽ? Triage. Sort ചെയ്യുക അല്ലേ? Yes. Triage. Yes, sorting. The process of sorting people based on their requirements for immediate medical treatment as compared to their chance of benefiting from such care. Triage is done in emergency rooms, disasters, and wars when limited medical resources must be allotted to enhance the number of survivors. Okay, triage എന്ന് പറയുമ്പോൾ എന്താണ്? The process of sorting people based on their requirements for immediate medical treatment. അല്ലേ? ഇത് triage എന്ന് പറയുമ്പോൾ എന്താണ്? പേഷ്യൻസിനെ സോർട്ട് ചെയ്യാന്ന് പറയല്ലേ? പേഷ്യൻസിനെ എങ്ങനെയാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്? ഒരു മെഡിക്കൽ കണ്ടീഷൻസ് അനുസരിച്ച് അല്ലേ? അവരുടെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നത്. അതായത് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്. സോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ? ഏറ്റവും കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിന് ആദ്യമായിട്ട് എന്താണ് ആദ്യം പ്രയോറിറ്റി നൽകും. പിന്നെ ഡിലേഡ് കെയർ കൊടുക്കുന്നവർക്ക് അങ്ങനെ തന്നെയായിരിക്കും എന്ത് പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ചെയ്തെടുക്കും. ഇനി ഇതാണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് കെയർ ആർക്കൊക്കെ ഏതൊക്കെ സമയത്ത് ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഇപ്പൊ ഈ ട്രയേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, എല്ലാ റിസോഴ്സസും എല്ലാവർക്കും നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കുമോ? എല്ലാ മെഡിക്കൽ റിസോഴ്സസും എല്ലാ പേഷ്യൻസിനും കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് സാധിക്കുമോ? ഇല്ല അല്ലെ? ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കുമല്ലോ ഉണ്ടാവും അല്ലെ? അതായത് വിഭവങ്ങള് എന്താണ് പരിമിതമായിരിക്കും. എല്ലാ മെഡിക്കൽ റിസോഴ്സസും അവൈലബിൾ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ് ചെയ്യും? എക്കോ ഉണ്ടോ? എല്ലാവർക്കും എക്കോ ഉണ്ടോ? സൗണ്ടിന് എക്കോ ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, യെസ്. അപ്പൊ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലെ? ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് അധിക വിഭവങ്ങൾ ലഭ്യമാവില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് അല്ലെ? പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ പേഷ്യൻസിന് എന്ത് കൊടുക്കും? റിസോഴ്സസ് അവൈലബിൾ ആക്കും. ഓക്കെ, അതായത് എല്ലാ റിസോഴ്സസും എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ എന്താണ് ആ പേഷ്യന്റിനായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? അവർക്ക് വേണ്ട റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്തെടുക്കും? സോർട്ട് ചെയ്തെടുക്കുന്ന അവരുടെ പ്രോസസ് ആണ് എന്ത് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ട്രയേജ് എന്താണെന്ന്? യെസ്, ടെക്സ്റ്റ് ഉള്ളവരൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോകട്ടോ. The process of sorting people based on their requirements for immediate medical treatment. ആ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ.
അതായത് എമർജൻസി സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാത്രമാണ് ആ പേഷ്യൻസിന് നമ്മൾ റിസോഴ്സസ് അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ട്രയേജ് അനുസരിച്ച് പേഷ്യൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, അതായത് കണ്ടീഷൻ അനുസരിച്ച് എന്താണ് പേഷ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യുക. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ 4 കാറ്റഗറീസ് ചെയ്തിട്ടാണ് പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒന്ന് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ആൻഡ് 4. കാറ്റഗറി 1 വരുന്നത് എന്താണ്? കാറ്റഗറി 1 വരുന്നത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്രോക്സിമേറ്റ്ലി 20% പ്രയോറിറ്റി. അതായത് ഏറെക്കുറെ 20% ചാൻസ് ഉള്ളവർ അല്ലെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം അല്ലെ, എന്തായാലും എമർജൻസി ആണ് അല്ലെ, ഏറ്റവും ക്രിട്ടിക്കൽ കണ്ടീഷൻസ് ആയിരിക്കും ഉള്ളത് വരുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ട്രയേജില് കാറ്റഗറി 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4 കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ആണ് എന്ത്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, പ്രയോറിറ്റി 1 ആണ് കേട്ടോ. അത് എങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷൻസിലാണ് വരുന്നത്, എന്തൊക്കെ എമർജൻസി കണ്ടീഷൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? സിവിയർ ബ്ലീഡിങ്. സിവിയർ ബ്ലീഡിങ്. എന്താണ് സിവിയർ ബ്ലീഡിങ്? എന്താണ് സിവിയർ ബ്ലീഡിങ്? ഇഞ്ചറീസ്. ഇഞ്ചറി. ഓക്കെ, ഓവർ ബ്ലീഡിങ് ആണ് അല്ലെ. സിവിയർ ബ്ലീഡിങ് എന്ന് വെച്ചാൽ എന്താണ്? അമിതമായിട്ടുള്ള രക്തസ്രാവമായിരിക്കും അല്ലെ. ഡ്യൂ ടു ഇഞ്ചറി. യെസ്. അങ്ങനെ വരുന്ന പേഷ്യൻസ് എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സിവിയർ ബ്ലീഡിങ് നിൽക്കാതെ വരുന്നവരുണ്ടാവും. അമിതമായിട്ട് എല്ലാ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും എന്താണ് മുറിവേറ്റവരുണ്ടാവും അല്ലെ. ഓക്കെ, then obstruction of respiratory tract. അടുത്തത് obstruction of respiratory tract എന്താണെന്ന് ഓരോന്ന് പറഞ്ഞു തരാം കേട്ടോ. then pneumothorax, ഇതൊക്കെ ഓരോ കണ്ടീഷൻസ് ആണ്. then hemothorax, hypovolemic shock, extremely severely injured, facial burns, burns to upper respiratory tract. ഓക്കെ, എന്താണ് obstruction of respiratory tract എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊരു സിറ്റുവേഷൻ ആണ്? എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായി അല്ലെ. അതായത് ജീവന് ഏറ്റവും ഭീഷണിയുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതെന്താണ്? അതായത് ലങ്സില് ശ്വാസോച്ഛ്വാസം എന്താണ് തടസ്സപ്പെടുന്ന, എയർവേ തടസ്സപ്പെടുന്ന സിറ്റുവേഷൻസ്. അതെന്താണ്? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ടതാണ് അല്ലെ. അതായത് ശ്വാസനാളത്തിലെ, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ എയർവേ തടസ്സപ്പെടുന്ന ഒരു പ്രോസസ്സാണ്, തടസ്സപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അതൊരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണ്. കാറ്റഗറി 1 ഉൾപ്പെടുന്നത്. ഓക്കെ, obstruction of respiratory tract. Then second വരുന്നത് എന്താണ്? ന്യൂമോതൊറാക്സ്. ഹീമോതൊറാക്സ്. എന്താണ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല്? ന്യൂമോതൊറാക്സ്, ന്യൂമോ എന്തായിരിക്കും ന്യൂമോ എന്ന് പറയുമ്പോ? ന്യൂമോതൊറാക്സ്. യെസ്, ലങ്സില് എയർ തിങ്ങുന്നത് അല്ലെ. അതായത് പ്ലൂറൽ സ്പേസില് വായു, അതായത് നമ്മുടെ പ്ലൂറൽ അറയിൽ അല്ലെ, ഹൃദയത്തിന്റെ പ്ലൂറൽ അറയിൽ എന്താണ്? വായു തങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, എയർ തങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷനില് എന്താണ്? അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അതിനെ നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസസ് ആണ് എന്താ? ന്യൂമോതൊറാക്സ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലൂറൽ സ്പേസില് വായു തിങ്ങി നിൽക്കുന്ന, എയർ തിങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്താ? ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ദെൻ ഹീമോതൊറാക്സ് അപ്പൊ എന്തായിരിക്കും? ഹീമോതൊറാക്സ് ബ്ലഡ് ഇൻ ലങ്സ് അല്ലെ. ബ്ലഡ് ഇൻ ലങ്സ്. എങ്ങനെയാണ് ആ സിറ്റുവേഷൻ വരുന്നത്? blood accumulate in the pleural spaces, pleural cavity, the space between chest and the lungs. അതായത് നെഞ്ചിന്റെ ഭിത്തിക്കും ശ്വാസകോശത്തിനും ഇടയിലുള്ള പ്ലൂറൽ അറയില് രക്തം അടിഞ്ഞു കൂടുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്?
ഹീമോതൊറാക്സ് എന്ന് പറഞ്ഞാല് അല്ലെ, നെഞ്ചിന്റെ ഭിത്തിക്കും അതുപോലെ തന്നെ എന്താണ് ശ്വാസകോശത്തിനും ഇടയിലുള്ള പ്ലൂറൽ അറയിൽ പ്ലൂറൽ ക്യാവിറ്റിയില് എന്താണ് രക്തം അടിഞ്ഞുകൂടുന്ന ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്താ ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നേക്കാവുന്ന സിറ്റുവേഷൻ ആണ് എന്താ ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂമോതൊറാക്സ് എന്തായിരുന്നു? ന്യൂമോതൊറാക്സ് എന്താണ് നമ്മൾ പറഞ്ഞത്? എയർ തങ്ങി നിൽക്കുന്ന അല്ലെ, ലങ്സിലെ എയർ തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അല്ലെ എന്താ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഹീമോതൊറാക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നെഞ്ചിന്റെ ഭിത്തിയിലും ശ്വാസകോശത്തിന്റെ ഇടയിലായിട്ട് എന്താണ് ബ്ലഡ് അല്ലെ, ബ്ലഡ് തങ്ങി നിൽക്കുന്ന, രക്തം തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് രണ്ടോ, ന്യൂമോതൊറാക്സും ഹീമോതൊറാക്സും ക്ലിയർ ആണോ? ഓക്കെ. Then hypovolemic shock. എന്താണ് ഹൈപ്പോവോളമിക് ഷോക്ക്? ഹൈപ്പോവോളമിക് ഷോക്ക് ഇതൊരു സിറ്റുവേഷൻ ആണ്. എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത്? യെസ്, ലോസസ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലേ? യെസ്. അഫ്ന എന്താ ചോദിച്ചത്? ഹാർട്ടിന്റെ അതായത് നെഞ്ചിന്റെയും ലങ്സിന്റെ ഇടയിലുള്ള ആ സ്പേസസിൽ പ്ലൂറൽ സ്പേസസിൽ ബ്ലഡ് അടിഞ്ഞു കൂടുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. യെസ് യെസ്. ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള മറ്റേ ഡീഹൈഡ്രേഷൻ മൂലമോ അല്ലെങ്കിൽ എന്താണ് രക്തം നഷ്ടം മൂലമോ, ഒരുപാട് രക്തം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലും നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒന്നിലധികം ഓർഗൻസിനെ ഇത് ബാധിക്കാം. ഓക്കെ. ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുമ്പോൾ അമിതമായ രക്തങ്ങൾ പോയി കഴിഞ്ഞാൽ ബ്ലഡ് ഒരുപാട് പോകുക അല്ലെങ്കിൽ എന്താണ് ആള് നിർജ്ജലീകരമായ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണ് മറ്റു ഓർഗൻസിന്, അതായത് ബ്ലഡ് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ തന്നെ എന്താണ് മറ്റു ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആണ് എന്താ ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. അടുത്തത് എന്താണ് എക്സ്ട്രീമിറ്റി സിവിയർലി ഇഞ്ചേർഡ്. എക്സ്ട്രീമിറ്റി സിവിയർലി ഇഞ്ചേർഡ് എന്താണ് എക്സ്ട്രീമിറ്റി സിവിയർലി ഇഞ്ചേർഡ്? എന്ത് സംഭവിക്കുമ്പോഴാണ്? ഗുരുതരമായ പരിക്ക് അല്ലെ, നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു പാർട്സിന് എക്സ്ട്രീംലി ഇഞ്ചേർഡ് സംഭവിക്കാം അല്ലെ, ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് സംഭവിക്കുന്ന കണ്ടീഷൻസ്, അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ അമിതമായിട്ടുള്ള എന്താണ് ഇഞ്ചേർഡ് സംഭവിക്കാം. ഓക്കെ. ഫേഷ്യൽ ബേൺസ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഇതൊക്കെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ആ ഒരു ഇഞ്ചേർഡിന്റെ ആ ഒരു തീവ്രത എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഓക്കെ. ഫേഷ്യൽ ബേൺസ്. ഫേഷ്യൽ ബേൺസ് എന്തുമൂലം സംഭവിക്കാം? ഫേഷ്യൽ ബേൺസ് ഫയറോ എന്തെങ്കിലും കെമിക്കൽ ഏജന്റോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിസാസ്റ്ററോ അതുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും അല്ലെ എന്തെങ്കിലും ഫേഷ്യൽ ബേൺസുകൾ സംഭവിക്കാം. അല്ലെങ്കിൽ ആസിഡ്. യെസ്, വെരി ഗുഡ്. ആസിഡ് മൂലം എന്താണ് ഫേഷ്യൽ ബേൺസുകൾ സംഭവിക്കാം. ഓക്കെ. അപ്പൊ അമിതമായിട്ട് ഉണ്ടാവുന്ന അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പൊള്ളലുകൾ, പ്രത്യേകിച്ച് ഫേസ് കംപ്ലീറ്റ് പൊള്ളിപ്പോകുന്ന കേസസ് ഉണ്ടാവാം. ഫേസ് മാത്രമല്ലാതെ മറ്റു ഓർഗൻസിനും സംഭവിക്കാം അല്ലെ. Then burns to upper respiratory tract. എന്താണ് burns to upper respiratory tract എന്ന് പറയുമ്പോൾ? സെയിം ഇതേ സിറ്റുവേഷൻസ് തന്നെ എന്താണ് എന്തെങ്കിലും ലിക്വിഡ്സുകളോ അല്ലെങ്കിൽ കെമിക്കൽസോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മൂലമോ ഒക്കെ എന്താണ് അതായത് നമ്മുടെ ത്രോട്ട്സിന്, തൊണ്ട, മൂക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളില്ല നമ്മുടെ നാസിൽ, അതൊരു എന്താ പറയാ നോസ് അല്ലെങ്കിൽ ത്രോട്ട് ആൻഡ് എയർവേസിൽ എവിടെയെങ്കിലും എന്താണ് ഇത്തരത്തിലുള്ള പൊള്ളലുകൾ മൂലം എന്താണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടായി ഗുരുതരമായിട്ട് പരിക്ക് സംഭവിക്കാം. ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ത്രോട്ടോ അല്ലെങ്കിൽ നോസോ അല്ലെങ്കിൽ എയർവേസിൽ ഇവിടെ അമിതമായിട്ട് ബേൺസ് പൊള്ളലുകൾ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻ എന്താണ് അതുപോലെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ട, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണ്. കാറ്റഗറി 1 അതും ഉൾപ്പെടുന്നത്. ഓക്കെ. നോക്കി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസസുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് സിവിയർ ബ്ലീഡിങ്.
അല്ലെ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, എയർവേയിൽ തടസ്സം ഉണ്ടാവുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള എയർവേയിൽ തടസ്സം ഉണ്ടാവുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ന്യൂമോതൊറാക്സ്, ന്യൂമോതൊറാക്സ് എന്താണ് ന്യൂമോതൊറാക്സ്? പറയൂ, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ന്യൂമോതൊറാക്സ് എന്താണ്? ലങ്സില് വായു തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥ അല്ലെ, വായു തിങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്താ ന്യൂമോതൊറാക്സ്. ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് തിങ്ങി നിൽക്കുന്നു അല്ലെ. ബ്ലഡ് എവിടെയാണ്? പ്ലൂറൽ ക്യാവിറ്റിയിൽ, അതായത് നെഞ്ചിന്റെ ഭിത്തിക്കും ശ്വാസകോശത്തിനും ഇടയിലായിട്ട് എന്താണ് പ്ലൂറൽ ആവറിയുടെ രക്തം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അശ്വതി, ആരുടെ മൈക്ക് ഓൺ ആണല്ലോ? സിജ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോവോളമിക് ഷോക്ക്. എന്താണ് ഹൈപ്പോവോളമിക് ഷോക്ക്? കഠിനമായ ഡീഹൈഡ്രേഷൻ മൂലമോ അല്ലെങ്കിൽ രക്തനഷ്ടം മൂലമോ എന്താണ് അപര്യാപ്തമായിട്ട് രക്തത്തിന്റെ കുറവ് അല്ലെ, രക്തം അമിതമായിട്ട് ഇപ്പൊ നഷ്ടപ്പെടുമ്പോൾ എല്ലാ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളും നിലയ്ക്കാൻ സാധ്യതയുണ്ട് അല്ലെ, ലോസ് ഓഫ് ബ്ലഡ് ഫ്ലൂയിഡ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് എന്താ ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. Then extremely severe injured. അറിയാലോ, extremity severely injured. Okay. Then facial burns. Then burns to upper respiratory tract. എന്താണ് burns to upper respiratory tract എന്ന് പറയുന്നത്? അതായത് എന്തെങ്കിലും ലിക്വിഡ്സോ കെമിക്കൽസോ ഇലക്ട്രിസിറ്റി മൂലം ഉണ്ടാകുന്ന പൊള്ളലുകൾ മൂലം എന്താണ് എന്തൊക്കെ സംഭവിക്കുന്നു? ത്രോട്ട്, നോസ് ഏരിയയിൽ അല്ലെങ്കിൽ ഏരിയാസിലേക്ക് എന്താണ് ബേൺസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പേഷ്യൻസിന്റെ സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഒന്നാമത്തെ കാറ്റഗറി ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ ട്രയേജിൽ ആദ്യത്തെ കാറ്റഗറി കഴിഞ്ഞു. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് ട്രയേജിലെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അല്ലെ. ഇനി സെക്കൻഡ് കാറ്റഗറി എന്താണ്? ഡിലൈഡ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. ഡിലൈഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഡിലൈഡ് ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോ കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതിയാവുന്ന കുറച്ച് കേസസ് അല്ലെ. കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ ട്രയേജ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് പേഷ്യൻസിനെ മാറ്റുന്നത്, അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവർക്ക് ചികിത്സ കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ കാറ്റഗറി ഏതായിരുന്നു? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ടത്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിലേ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. അപ്രോക്സിമേറ്റ്ലി 40% പ്രയോറിറ്റി 2 ആണ് അല്ലെ. അതായത് ഏറെക്കുറെ 40% ചാൻസ് ഉള്ള കേസസുകൾ. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയായിരിക്കാം? കുറച്ച് വൈകിയാലും ട്രീറ്റ്മെന്റ് കൊടുത്താൽ പ്രശ്നമില്ലാത്ത കേസസുകൾ അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് ഫ്രാക്ചേഴ്സ് അല്ലെ. ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒടിവുകൾ അല്ലെ, ഒടിവുകൾ കൈകാലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒടിവുകൾ. ദെൻ ഡിസ്ലൊക്കേഷൻ. എന്താണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോ? ഡിസ്ലൊക്കേഷൻ ബോൺസിന് എന്ത് സംഭവിക്കുന്നതാണ്? ഡിസ്ലൊക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോ ബോൺസിന് എന്ത് സംഭവിക്കുന്നു? ബോൺസ് പൊസിഷനിങ് ചേഞ്ച് വരും അല്ലെ. ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ബോൺസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ലൊക്കേറ്റ് ഉള്ളത്, അതായത് പൊസിഷൻ ചേഞ്ച് വരും. ഇപ്പോ ഒരു ഓടുന്ന സമയത്ത് ഒരാള് നന്നായിട്ട് കൈകിട്ട് വീഴുന്നു എന്ന് വിചാരിക്കാം. ഇത് നല്ലൊരു വീഴ്ചയാണെങ്കിൽ എന്താണ് ആളുടെ കൈ നന്നായിട്ട് വളഞ്ഞു പോകും അല്ലെ. ആ എല്ല് നല്ല രീതിയിൽ ഒടിയാനല്ല, അപ്പലോ ആ പൊസിഷൻ അങ്ങ് മാറിപ്പോകും അല്ലെ. ചിലരുടെ എല്ല് പുറത്തേക്ക് വരാനും ചാൻസ് ഉണ്ട്, കയ്യിന് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, പൊസിഷൻ ഇൻ എ ജോയിന്റ്. അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ. എന്താണ് അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ? അബ്ഡോമൻ അബ്ഡോമൻ എന്താണ്?
വയറ് സംബന്ധമായിട്ട് അല്ലെ, അടിവയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് സംഭവിച്ചത്. ഇതിൽ ചിലപ്പോൾ മിതമായിട്ട് എന്തെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കളിലൂടെ അല്ലെങ്കിൽ ആ പേഷ്യന്റ് തന്നെ വീഴുക അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അടിച്ചൊക്കെ കൊള്ളാന്നൊക്കെ പറയില്ല നമ്മള്, അങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ സംഭവിക്കുന്ന സിറ്റുവേഷൻസ് അവിടെയൊക്കെ എന്താണ് ഡിലേ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതിയാവും. തൊറാക്സ് എന്താണ്? ചെസ്റ്റിന്റെ ഭാഗം അല്ലെ. തൊറാക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസ്. യൂറോജെനിറ്റൽ ട്രാക്ട്. യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? യൂറോജെനിറ്റൽ ആ പേരിൽ നിന്നൊന്ന് മനസ്സിലാക്കാൻ എന്താണെന്ന്, ഇതുമായി ബന്ധപ്പെട്ടാണ് യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. യൂറിനറി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അതായത് എന്താണ് നമ്മുടെ കിഡ്നി, ബ്ലാഡർ അവിടെയൊക്കെ എന്താണ് എന്തെങ്കിലും മൂത്രാശയം അവിടെയൊക്കെ എന്താണ് യൂറിനറി എന്തെങ്കിലും തരത്തിലുള്ള ട്രാക്ക് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന കേസസ്. യൂറിനറി യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റങ്ങളും അതിൽ വരുന്ന അല്ലെ. കിഡ്നി, മൂത്രാശയം, ബ്ലാഡർ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫെക്ഷൻസ് അതിൽ ഉൾപ്പെടും. അല്ലെങ്കിൽ ബ്ലോക്ക് വരാം അല്ലെ. യെസ്, ബ്ലോക്ക് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ സ്കൾ എന്താണ്? സ്കൾ, യെസ്, തലയോട്ടി അല്ലെ. തലയോട്ടി പഠിച്ചു വീഴുകയോ അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ദെൻ ബ്രെയിനിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതം നിൽക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും സിവിയർ ആവാതെ അല്ലെ, സിവിയർ ആവാതെ തന്നെ എന്തെങ്കിലും ചിലപ്പോ ചിലവര് എന്താ പറയാ ഇപ്പൊ തലയടിച്ച് വീഴുന്ന സമയത്ത് ചില സമയത്ത് ചിലർക്ക് എങ്ങനെയാണ് വോമിറ്റിംഗ് മാത്രം എടുക്കുള്ളൂ അല്ലെ. വോമിറ്റിംഗ് മാത്രം കാണിക്കും. ചിലപ്പോ ഒന്ന് തലകറക്കം, ഒരു തലചുറ്റൽ പോലെ, അങ്ങനെ അത്രയും സിംറ്റംസ് മാത്രം ഉണ്ടാവും. ചിലപ്പോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? സെക്കൻഡ് 2 and 3 degree burns കേട്ടോ. 2 and 3 degree burns അടുത്ത കാറ്റഗറിയാണ് എന്ത്? 2 and 3 degree burns. 2 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഔട്ടർ ലെയർ ഉണ്ട് അല്ലെ. നമ്മുടെ ഔട്ടർ ലെയർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അണ്ടർലൈനിങ് ലെയർ ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ഔട്ടർ ലെയർ ഉണ്ട്, അണ്ടർലൈനിങ് ലെയർ ഉണ്ട്. അപ്പൊ അവിടെ സംഭവിക്കുന്ന പൊള്ളലുകളാണ് എന്ത്? 2 degree burns എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് ഔട്ടർ ലെയറിനും അണ്ടർലൈനിങ് ലെയർ കേട്ടോ. അണ്ടർലൈനിങ് ലെയറിന് സംഭവിക്കുന്ന പൊള്ളലുകൾ. ഇനി 3rd degree burns എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അപ്പൊ കുറച്ചുകൂടി സിവിയറിറ്റി കൂടി അല്ലെ. 2 എന്ന് പറയുമ്പോൾ 2 ലെയേഴ്സിന് സംഭവിച്ചു. 3 degree burns എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ട്രോയ് ഓൾ ലെയേഴ്സ് ഓഫ് ദി സ്കിൻ അല്ലെ. ഡിസ്ട്രോയ് ഓൾ ലെയേഴ്സ് ഓഫ് സ്കിൻ, എല്ലാ സ്കിൻസിനും പൊള്ളലേൽക്കുന്ന, എല്ലാ സ്കിന്നിന്റെ എല്ലാ ലെയേഴ്സിലും പൊള്ളലേൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? 3 degree burns എന്ന് പറയുന്നത്. 3 degree burns എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ഓൾ ലെയേഴ്സ് ഓഫ് ദി സ്കിൻ. ഓക്കെ, അതായത് സിവിയറിറ്റി ഓഫ് ദ ബേൺ ഇഞ്ചുറി, അതായത് എത്രത്തോളം പൊള്ളലേൽപ്പിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ആ ബേൺസ് കാറ്റഗറൈസ് ചെയ്യുന്നത്. 2 and 3. 2 എന്ന് പറയുമ്പോൾ എന്താണ്? 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഔട്ടർ ലെയറിനും അണ്ടർലൈൻ ലെയറിനും പൊള്ളൽ സംഭവിച്ചതിനെയാണ് നമ്മള് 2 degree, അത്ര ആഴത്തിലുള്ള പൊള്ളലുകൾ. 3 degree ബേൺ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ലെയേഴ്സിലും പൊള്ളലേറ്റിട്ടുണ്ട്. ആ കാറ്റഗറിയാണ് വരുന്നത് എന്ത്? 3 degree burns എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായ പിള്ളേരെ? മിണ്ടാതിരിക്കില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു പോണേ. ഓക്കെ ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ഏതാണ്? കാറ്റഗറി 2 ഡിലൈഡ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസുകളാണ് അല്ലെ. ഏതൊക്കെയാണ് ഡിലൈഡ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസുകൾ? ഏതൊക്കെയാണ്? ഫ്രാക്ചേഴ്സ്, dislocation, abdomen injuries to abdomen, thorax, urogenital tract, skull, brain, 2 and 3 degree burns. Okay, അത് ക്ലിയർ ആണോ? കാറ്റഗറി 2 ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് കാറ്റഗറി 3 minimal treatment. Category 3 minimal treatment, approximately 40% priority 3. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? മൈനർ വുഡ്സ്, സ്മോളർ ഫ്രാക്ചർ ആൻഡ് സ്ട്രെയിൻ.
കാറ്റഗറി 3 മിനിമൽ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. മിനിമൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കേസ് ഏതൊക്കെയാണ്? മൈനർ വുഡ്സ് അല്ലെ. മൈനർ വുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പരിക്കുകൾ അല്ലെ. ചെറിയ പരിക്കുകൾ സംഭവിച്ച പേഷ്യൻസുകള്. സ്മോൾ ഫ്രാക്ചേഴ്സ് അല്ലെ. ചെറിയ ഒടിവുകൾ ഉണ്ടായവര്, ചെറിയ എന്താ പറയുക, കൈകാലുകൾക്ക് ചെറിയ തരത്തിലുള്ള ഫ്രാക്ചേഴ്സ് സംഭവിച്ചവര്. എന്താ പറയാ, അതായത് സ്മോൾ ഫ്രാക്ചേഴ്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ചെറിയൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ചെറിയൊരു ചെറിയൊരു ഒടിവുകളോ അങ്ങനെ എന്തെങ്കിലും മാത്രമായിരിക്കും അല്ലെ. സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉളുക്ക് എന്ന് പറയാം അല്ലെ. കാല് ഉളുക്കുക എന്നൊക്കെ പറയും. കാല് ഒഴുകി, കൈ ഒഴുകി എന്നൊക്കെ പറയില്ല നമ്മളാണ്. സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെച്ച് ലിഗമെന്റ്. യെസ്, ഓക്കെ. അപ്പൊ കാറ്റഗറി 3 വരുന്നതാണ് എന്താ? മിനിമൽ ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് മൈനർ വുഡ്സ്, സ്മോൾ ഫ്രാക്ചേഴ്സ് ആൻഡ് സ്പ്രെയിൻ. അറിയില്ലാത്തവര് സ്പ്രെയിൻ എന്താണെന്ന് എഴുതിച്ചു. ഉളുക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. പല ജില്ലയിലും പല രീതിയിലായിരിക്കും ചിലപ്പോൾ ഉളുങ്ങ, ചതങ്ങ എന്നൊക്കെ പറയുന്നതിന് വേറെ വ്യത്യാസം ഉണ്ടാവായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ മനസ്സിലാക്കിക്കോളാം കേട്ടോ. ഓക്കെ. Category 4, expected treatment, dying or injured with no chance of survival. അടുത്ത കാറ്റഗറി ഏതാണ്? എക്സ്പെക്റ്റഡ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് അതിജീവിക്കാൻ സാധ്യതയില്ലാത്ത കേസുകൾ അല്ലെ. നമുക്ക് എക്സ്പെക്ട് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ചിലപ്പോ എന്താ പറയാ, ചിലപ്പോ ആള് ഓൾറെഡി മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ ഒരു എന്താ പറയാ, അതിജീവിക്കാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ലാത്തവർ അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? കാറ്റഗറി 4 അത് ഉൾപ്പെടുന്നത്. ഓക്കെ, എക്സ്പെക്റ്റഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മള് ഇങ്ങനെ ഈ 4 കാറ്റഗറി അനുസരിച്ചിട്ടാണ് പേഷ്യൻസിനെ നമ്മൾ അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, കാറ്റഗറി 2 ഡിലൈഡ് ട്രീറ്റ്മെന്റ്, കാറ്റഗറി 3 മിനിമൽ ട്രീറ്റ്മെന്റ്, കാറ്റഗറി 4 എക്സ്പെക്റ്റഡ് ട്രീറ്റ്മെന്റ്. Okay, no chance of survival. ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പറയട്ടെ, ടാഗിങ്. നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ഈ 4 കാറ്റഗറി അനുസരിച്ചിട്ട് പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റി അല്ലെ. ഇനി പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെ റിമൂവ് ചെയ്തത് അല്ലെ. പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്? അവരെ ടാഗ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലെ. ടാഗ് ചെയ്യും. ഓക്കെ, പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ടാഗ് ചെയ്ത് മാറ്റുന്ന ആരെയാണ്? ക്രിട്ടിക്കൽ പേഷ്യൻസിനാണ്. അവർക്ക് ഏത് കളറിലെ ടാഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്? റെഡ് കളർ ടാഗ് അല്ലെ. ക്രിട്ടിക്കൽ പേഷ്യൻസിനെ ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അവർക്ക് ഏത് കളറിലെ ടാഗ് ആണ്? റെഡ് ടാഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് എന്താണ്? അർജന്റ് പേഷ്യൻസ്, യെല്ലോ ടാഗ്. സെക്കൻഡ് അർജന്റ് പേഷ്യൻസിനെയാണ് യെല്ലോ ടാഗ് കൊടുത്തിട്ട് റിമൂവ് ചെയ്യുന്നു. വാക്കിംഗ് വുഡഡ്. വാക്കിംഗ് വുഡഡ് പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താണ്? മുറിവുകൾ ഉണ്ടായ ചെറിയ മുറിവുകൾ ഉണ്ട് എങ്കിലും നടക്കാൻ പറ്റുന്ന പേഷ്യൻസ് അല്ലെ. അവരെ ഗ്രീൻ ടാഗ് കൊടുക്കുന്നു അല്ലെ. അതായത് വേറെ എന്താ പറയാ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒന്നും കൊടുക്കേണ്ട കാറ്റഗറീസ് വരുന്ന ആൾക്കാരല്ലേ. വാക്കിംഗ് വുഡഡ്, ഗ്രീൻ ടാഗ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെഡ്
എനി ടൈം ബ്ലാക്ക് ടാഗ് ലാസ്റ്റ്. അപ്പൊ മരിച്ചവർക്കാണെങ്കിൽ എന്താണ് ബ്ലാക്ക് ടാഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 ടാഗ്സ് 4 കളേഴ്സിലെ ടാഗിലായിരിക്കും അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് പേഷ്യൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ടാഗിങ്? ഓക്കെ, നെക്സ്റ്റ് ഇത് പറയട്ടെ. Start. What is meant by start? Simple, triage and rapid treatment. Simple, triage and rapid treatment. Underline cheyata. Simple, triage and rapid treatment. It's a method. Another method aanalle. It's a method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. So simple triage rapid treatment എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു മെത്തേഡ് ആണല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നടത്തുന്നത്? അതായത് ജീവൻ അപകടപ്പെടുത്തുന്നതും ജീവൻ ഏറ്റവും അപകടമുള്ളവരെ തിരിച്ചറിയുന്നതിന് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആർക്കൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ഇഞ്ചുറീസ് ആർക്കൊക്കെയാണ് എന്നതൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബെസ്റ്റ് നമ്പർ ഓഫ് ചാൻസ് ആർക്കൊക്കെയാണ് സർവൈവ് ചെയ്യാനുള്ളത് എല്ലാം ഇതൊക്കെ ഈ കാറ്റഗറൈസ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർട്ട് എന്ന ഒരു ടെക്നിക് അല്ലെങ്കിൽ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. എത്രയും പെട്ടെന്ന് ആൾക്ക് എന്താണ് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് സർവൈവ് ചെയ്യിപ്പിക്കുക. അത് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ടവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കുക എന്നൊരു മെത്തേഡാണ് എന്ത് സ്റ്റാർട്ട്. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അതിനെ 3 സ്റ്റെപ്സുകൾ അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ട് എന്താണ് പറയുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ട് എന്താണ് പറയുന്നത്? Sort out victims into ambulatory and non-ambulatory by giving verbal instructions. എന്താണ് ആദ്യത്തെ ഘട്ടത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ആദ്യത്തെ ഘട്ടത്തിൽ ആ വിക്ടിംസിന് ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി ആയിട്ട് തരംതിരിക്കുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ, വാക്കാലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ എന്താണ് പേഷ്യൻസ് അതിനനുസരിച്ച് വെർബൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതാണ് പേഷ്യൻസ് അതിന്റെ എന്താണ് എന്താ പറയാ അതിന് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കും അല്ലെ. അപ്പൊ വിക്ടിംസ് ആയ പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഒന്ന് ഒന്ന് തിരിഞ്ഞു കിടക്കൂ, അല്ലെങ്കിൽ ഒന്ന് കൈകൾ ഉയർത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാമോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ അവർ അനുസരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഓക്കെ, അതായത് ആംബുലേറ്ററി പേഷ്യൻസിനും അതുപോലെ തന്നെ നോൺ ആംബുലേറ്ററി പേഷ്യൻസിനും അതുപോലെ വെർബൽ ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സും സ്റ്റാഫുകളോ കൊടുക്കുന്നതായിരിക്കും. ദെൻ റെസിപ്പറേഷൻ നോക്കും. അതിനുശേഷം എന്താണ് റെസിപ്പറേഷൻ? റെസിപ്പറേഷൻ പേഷ്യന്റിന്റെ ശ്വസനം എങ്ങനെയാണ് അവിടെ പറയുന്നത്? ശ്വസനം 30 ബീറ്റ്സിൽ താഴെയുള്ളവർ അല്ലെ, അലക്സാൻ 30 ബീറ്റ്സിൽ താഴെയുള്ളവരെ റെസിപ്പറേഷൻ നോക്കുകയാണ്. ശ്വസനം കൃത്യമായിട്ട് കൃത്യമായി ചെക്ക് 30 ബീറ്റ്സിൽ താഴെ ഉണ്ടോ എന്ന് നോക്കും. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പെർഫ്യൂഷൻ നോക്കുന്നു അല്ലെ. പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്. പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Perfusion എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഫ്ലൂയിഡ് ഓർ ബ്ലഡ് ഫ്ലോ ഇൻ ദ സർക്കുലേഷൻ. അതായത് പൾസ് കൃത്യമായിട്ട് റേഡിയൽ പൾസ് പ്രസന്റ് ആണോ ഇല്ലേ എന്ന് ആദ്യം ആദ്യം നോക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സ് ആദ്യം എന്തെങ്കിലും എമർജൻസി ആവുക വരുന്ന സമയത്ത് റേഡിയൽ പൾസ് ഉണ്ടോന്നായിരിക്കും ആദ്യം ചെക്ക് ചെയ്തത് അല്ലെ. പൾസ് കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് നോക്കും. ഓക്കെ, റേഡിയൽ പൾസ് നോക്കിയതിനു ശേഷം അടുത്ത മെത്തേഡ് എന്താണ്? കാപ്പിലറി റീഫിൽ. കാപ്പിലറി റീഫിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയും. ബ്ലാഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ്. നമുക്കറിയാമോ എങ്ങനെയാണ് ഈ ബ്ലാഞ്ച് ടെസ്റ്റ് നടത്തുന്നതെന്ന്? ബ്ലാഞ്ച് ടെസ്റ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ നെയിലിന് ഇങ്ങനെ നന്നായിട്ട് നെക്കി പിടിക്കും. എന്നിട്ട് നെയില് നന്നായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെയിലൊന്ന് നെക്കി പിടിച്ച് നന്നായിട്ട് പ്രസ് ചെയ്യും. വൈറ്റ് ടു റെഡ് ഇൻ 2 സെക്കൻഡ്സ്. അപ്പൊ നമ്മള് ഡോക്ടേഴ്സ് പിടിച്ചതിന് ശേഷം കൈ വിട്ടതിന് ശേഷം അവിടെ റെഡ് കളറാണ് കാണെങ്കിൽ എന്താണ് ബ്ലഡ്സ് കൃത്യമായിട്ട് ബ്ലഡിന്റെ ഫ്ലോ ഉണ്ടോന്ന് കൃത്യമായി നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നത് നമ്മുടെ നെയിലിന്റെ ഏറ്റവും അറ്റത്ത്.
ഓക്കെ, നമ്മളത് പ്രസ് ചെയ്ത് നമുക്ക് തന്നെ പ്രസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ബ്ലഡിന്റെ ഫ്ലോ കൃത്യമായിട്ടുണ്ടോ എന്ന്. ഓക്കെ, അതിങ്ങനെ ഒരു 2 സെക്കൻഡ്സ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം കൈവിട്ട് കഴിയുമ്പോൾ എന്താണ് അവിടെ ബ്ലഡ് ഫ്ലോ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് ഫ്ലോ ഉണ്ടോ എന്ന് അളക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. ബ്ലഡ് ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടെസ്റ്റ് ആണ് എന്ത്? ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലഡ് ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടെസ്റ്റ് ആണ് ബ്ലാഞ്ച് ടെസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ വിരലൊന്ന് പ്രസ് ചെയ്ത് നോക്കിയേ, എന്നിട്ട് 2 സെക്കൻഡ്സ് ആയി ഒന്ന് വിട്ടു നോക്കിയേ. നമ്മുടെ വിരലിൽ ഏതെങ്കിലും ഒരു തുമ്പത്ത്, നെയിലിന്റെ ഏതെങ്കിലും ഒരു തുമ്പത്ത് നന്നായിട്ട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് വിട്ട് നോക്കിയേ. അപ്പൊ അവിടെ റെഡ് കളർ കാണുന്നുണ്ടോ അല്ലെങ്കിൽ വൈറ്റ് ആണോ എന്ന് നോക്കിയേ. വൈറ്റ് ആണെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും. യെസ്, ഓക്കെ, നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിൽ നല്ല റെഡ് കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെക്ക് ചെയ്യുന്നു. എന്താണ്? ബ്ലാഞ്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മെന്റൽ സ്റ്റാറ്റസ് നോക്കും പേഷ്യന്റിന്റെ. മെന്റൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? വെദർ he or she can ഫ്ലോ എന്നല്ല കേട്ടോ, ഫോളോ കമാൻഡ്സ് എന്നാണ് കേട്ടോ. ഫോളോ, ഫ്ലോ എന്നാണ് അവിടെ കിടക്കുന്നത്. ഫോളോ എന്നാക്കാം, FOLLOW എന്നാക്കാം കേട്ടോ. വെദർ he or she can follow commands, FOLLOW. മെന്റൽ സ്റ്റാറ്റസ് നോക്കുന്നത് എന്തിനാണ്? പേഷ്യന്റ് ഇപ്പോ ഡോക്ടർ ചോദിക്കുക പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആ പേഷ്യൻസ് കേൾക്കുന്നിടത്ത് നമ്മൾ ഡോക്ടേഴ്സ് ഉള്ളത് ചരിയോ അല്ലെങ്കിൽ ഒന്ന് കമിഴ്ന്ന് കിടക്കുമോ എന്നൊക്കെ പറയുന്ന സമയത്ത് പേഷ്യന്റിന്റെ മാനസികത നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്താണ് ഡോക്ടർ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും പേഷ്യന്റ് ചെയ്യും അല്ലെ. എന്തെങ്കിലും ക്രിട്ടിക്കൽ കേസസ് ആണെങ്കിൽ മാത്രം പേഷ്യന്റ് അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ആ പേഷ്യൻസിനോട് എന്തെങ്കിലും തരത്തിലുള്ള കമാൻഡ്സുകൾ ഡോക്ടേഴ്സ് പറയുന്നത്, സ്റ്റാഫുകൾ പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ്? ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ പേഷ്യന്റിനോട് എന്ത് പറയും നമ്മള്? പേഷ്യന്റ് ഓക്കെ ആണ്, കോൺഷ്യസ് ആണ് നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണ്? സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ അല്ലെ. പിന്നെന്താ? ഓപ്പൺ ദ എയർവേ. ഓപ്പൺ ദ എയർവേ തുറക്കുന്നു. ദെൻ സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. ബ്ലീഡിങ് ഇടയില ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ്? എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. എന്താണ്? കാലുകൾ ഉയർത്തേണ്ടതാണെങ്കിൽ എന്താണ്? കാലുകൾ ഉയർത്തുക, അല്ലെങ്കിൽ അവരോട് അതിനുള്ള വേണ്ട നിർദ്ദേശങ്ങൾ ഡോക്ടേഴ്സ് അവരോട് പറയുന്നു. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ. എന്താണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാല്? സ്റ്റാർട്ട് എന്താണ്? Simple, branch and rapid treatment. It's a method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. എന്താണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാല്? ഇതൊരു മെത്തേഡ് ആണ് അല്ലെ. ഇത്രയും പെട്ടെന്ന് നമ്മൾക്ക് എന്താണ് പെട്ടെന്ന് പേഷ്യൻസിനെ തിരിച്ചറിയാനായിട്ട്, അതായത് ഉടനടി ലൈഫ് ത്രെട്ടനിങ് ആയവരും സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ളവരെയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് എന്ത്? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്ന ഒരു മെത്തേഡ് ആണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റാഫിന്റെ പേഷ്യന്റിനെ സോർട്ട് ചെയ്യണം അല്ലെ. ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി ബൈ ഗിവിംഗ് വെർബൽ ഇൻസ്ട്രക്ഷൻസ്. പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നു. ദെൻ എന്താണ്? വെർബൽ ഇൻസ്ട്രക്ഷൻസിനോട് പറയുന്ന പ്രതികരണങ്ങളോട് പേഷ്യൻസ് പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. ദെൻ അതിനുശേഷം റെസിപ്പിറേഷൻ നോക്കുന്നു അല്ലെ. റെസിപ്പിറേഷൻ 30 ബീറ്റ്സിൽ താഴെ ഉണ്ടോ എന്ന് നോക്കുന്നു അല്ലെ. 30 ബീറ്റ്സിൽ താഴെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്യുന്നു. പിന്നീട് പെർഫ്യൂഷൻ നോക്കുന്നു. പെർഫ്യൂഷൻ എന്താണ്? റേഡിയൽ പൾസ് ചെക്ക് ചെയ്യാണ് അല്ലെ. റേഡിയൽ പൾസ് പ്രസന്റ് ആണോ, പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. അടുത്തൊരു ടെസ്റ്റ് ആണ് എന്ത്? കാപ്പിലറി റീഫിൽ ഓർ ബ്ലാഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ്. ബ്ലഡ് ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നു. കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടോ എന്ന് കൃത്യമായി ഇവാലുവേറ്റ് നെയിൽ ബെഡില്. നെയിൽ ബെഡ് എന്ന് പറഞ്ഞാൽ നെയിലിന്റെ തുമ്പത്തിനാണോ ഉദ്ദേശിക്കുന്നത്? കാറ്റത്ത് ആ എഡ്ജിന്റെ ഭാഗത്ത് നോക്കി നോക്കുന്ന സമയത്ത്
റെഡ് കളർ ആണെങ്കിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടെന്ന് അവരെ കൃത്യമായി മനസ്സിലാക്കുന്നത്. പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോ. ഓക്കെ, പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസില് കമാൻഡ്സുകൾ പറയുമ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കിയതിനു ശേഷമാണ് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? എയർവേ ഓപ്പൺ ചെയ്യുന്നു, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു, എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. എന്താണ്? അപ്പോ ഈ 3 രീതിയിലാണ്, അല്ലെങ്കിൽ ഈ 3 സ്റ്റെപ്സ് അനുസരിച്ചിട്ടാണ് സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സ്റ്റാർട്ടില്? മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? യെസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് അതേപോലെ തന്നെ അതൊരു ഫ്ലോ ചാർട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് സ്റ്റാർട്ട് എന്നുള്ളത്. സ്റ്റാർട്ട് റേഞ്ച് പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആവും. ഒന്നുകൂടി നോക്കി, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. യെസ്, സ്റ്റാർട്ട് റേഞ്ച്. സ്പേഷ്യൽ ബ്രീത്തിങ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ? ടെക്സ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. PDF വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. ടെക്സ്റ്റിൽ നോക്കിയാലും മതി കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ നോക്കണ്ട. ഈ സ്പേഷ്യൽ ബ്രീത്തിങ് കാണാന്നുള്ളവർ ഓക്കെ. എനിക്ക് കാഴ്ചക്കുറവുണ്ടോ? ഞാൻ അതാണ് ടെക്സ്റ്റിൽ നോക്കണേണ്. ഭയങ്കര സ്ട്രെയിൻ വന്നിട്ടാണ് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് അതിൽ നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്തത് കേട്ടോ. ഓക്കെ, പേഷ്യന്റ് ബ്രീത്തിങ്. ഇനി പേഷ്യന്റ് ശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ബ്രീത്തിങ് ഉണ്ടെങ്കിൽ, ഒരു മിനിറ്റ്. പേഷ്യന്റ് ബ്രീത്തിങ്. ഇനി പേഷ്യന്റ് ഉണ്ടോ ഇല്ലെങ്കിൽ, ഇപ്പൊ ഇല്ലെന്നാണെങ്കിൽ നോ. ബ്രീത്തിങ് ഇല്ലെങ്കിൽ എന്താണ്? ഓപ്പൺ പേഷ്യൻസ് എയർവേ ഈസ് പേഷ്യൻസ് ബ്രീത്തിങ്. അപ്പൊ എയർവേ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അപ്പൊ എന്താണ്? അപ്പോഴെന്താണ്? നോ എന്നാണെങ്കിൽ എന്താണ്? ഡെഡ് ഓർ ഡൈയിങ് ആണ്. ആള് മരിച്ചുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഓൾറെഡി മരിച്ചു. ഇനി എയർവേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യെസ് ആണെങ്കിൽ അല്ലെ, ബ്രീത്തിങ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എന്താണ്? നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കണം അല്ലെ. യെസ് എന്നാണെന്നെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. ഓക്കെ, നോ എന്നാണെങ്കിൽ എന്താണ്? ആള് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ ഡെഡ് ആണ്, ഡൈയിങ് ആയിക്കൊണ്ടിരിക്കുക, മരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓൾറെഡി ഇയാൾ മരിച്ചു. ഓപ്പൺ എയർവേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യെസ് ആണെങ്കിൽ എന്താണ്? ബ്രീത്തിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. ഇതാണ് ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത്. അത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? മനസ്സിലായത്? യെസ്. ഇനി നോക്കിയേ, ഇനി പേഷ്യന്റ് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ, യെസ് ഉണ്ടെങ്കിൽ എന്താണ്? എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ബ്രീത്തിങ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. എത്ര മിനിറ്റ്സിൽ അല്ലെ? കൂടുതലാണെങ്കിൽ 30 മിനിറ്റ്സിൽ കൂടുതലാണെങ്കിൽ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട്, അല്ല കുറവാണെങ്കിൽ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്ക് എന്താണ്? കെയർ കൊടുക്കുന്നു. ഇനി ബ്രീത്തിങ്
എത്രയാണ്? ലെസ് ദാൻ 30 breaths per minute. എങ്ങനെ കൊടുക്കണം? അപ്പൊ കുറവാണെങ്കിൽ എന്താണ്? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം പേഷ്യൻസിന്റെ. എന്താണ്? 30 breaths ഉണ്ടെങ്കിൽ റേഡിയൽ പൾസ് നോക്കണം. റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇനി പൾസ് ഇല്ല എന്നാണെങ്കിൽ, റേഡിയൽ പൾസ് ഇല്ലെങ്കിൽ എന്താണ്? ഉടനടി ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നു, ആൾക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും അല്ലെ. പൾസ് റേഡിയൽ പൾസ് പ്രസന്റ് അല്ല എന്നാണെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യന്റിന് കെയർ കൊടുക്കുന്നു. ഇനി റേഡിയൽ പൾസ് ഉണ്ട്, യെസ് ആണെങ്കിലോ, റേഡിയൽ പൾസ് ഉണ്ടെങ്കിലോ എന്ത് ചെയ്യുന്നു? Assess mental status. Can patient follow commands? ഇനി പേഷ്യന്റിന് റേഡിയൽ പൾസ് ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും അല്ലെ. ഡോക്ടേഴ്സ് പറയുന്ന കമാൻഡ്സിന് പേഷ്യന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്ന കാര്യങ്ങളിൽ അത് പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് നമ്മൾ നോക്കും അല്ലെ. അതിനുശേഷം കോൺഷ്യസ് അല്ല എങ്കിൽ, ഈ കമാൻഡ്സുകളൊന്നും ഫോളോ ചെയ്യുന്നില്ല, നോ എന്നാണെങ്കിൽ എന്താണ്? ആൾക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു അല്ലെ. കമാൻഡ്സ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. ഇനി കമാൻഡ്സ് മെന്റൽ സ്റ്റാറ്റസ് ഓക്കെയാണ്, കമാൻഡുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് കോൺഷ്യസ് ആണെങ്കിൽ എന്താണ്? ഡിലേഡ് കെയർ കൊടുക്കണം അല്ലെ. കുറച്ച് താമസിച്ച ആളും എന്താണ്? ആൾക്ക് കെയർ കൊടുത്താലും മതിയാകും. ഓക്കെ, ഇത് നോക്കി. ഇപ്പൊ റേഡിയൽ പൾസ് പ്രസന്റ് ആണെങ്കിൽ എന്താണ്? പ്രസന്റ് ആണെങ്കിൽ ആളുടെ മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കി. മെന്റൽ സ്റ്റാറ്റസിൽ ആള് കമാൻഡ്സ് ഒന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ കോൺഷ്യസ് അല്ല എന്ന് കണ്ട എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കുന്നു. ഇനി കമാൻഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? യെസ്, യെസ് എന്നാണെങ്കിൽ എന്താണ്? ഡിലേഡ് കെയർ കൊടുത്താലും മതി. ഓക്കെ, മനസ്സിലായോ? സ്റ്റാർട്ട് ഡ്രൈവേജ് ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്ന് ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി ഒന്ന് നോക്കാമോ? ഒന്നുകൂടി ഒന്ന് നോക്കാം. യെസ്, സ്റ്റാർട്ടില് ഇറ്റ്സ് എ പേഷ്യൻസ് ബ്രീത്തിങ്. പേഷ്യന്റ് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ, അല്ല ഇല്ല എന്നാണ്, നോ എന്നാണെങ്കിൽ എന്ത് ചെയ്യുന്നു നമ്മള്? ഓപ്പൺ പേഷ്യൻസ് എയർവേസ്, പേഷ്യൻസ് ബ്രീത്തിങ് അല്ലെ. പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ചെയ്യുന്നപ്പോ ബ്രീത്തിങ് ഇല്ല എന്നാണെങ്കിൽ നമ്മള് എന്താ മനസ്സിലാക്കേണ്ടത്? ആള് മരിച്ചു അല്ലെ. ദെൻ അല്ലെങ്കിൽ ഡെഡ് ഓർ ഡൈയിങ്. ഉണ്ട് എന്നെങ്കിലോ, എയർവേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് ഉണ്ടെങ്കിലോ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നു. പേഷ്യന്റ് ബ്രീത്തിങ് യെസ്, യെസ് എന്നാണെങ്കിൽ ആള് ശ്വസിക്കുന്നുണ്ട്, ആൾക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ആദ്യം ബ്രീത്തിങ് പെർഫ്യൂഷൻ നോക്കുക അല്ലെ. എങ്ങനെയാണ് പെർഫ്യൂഷൻ, റെസ്പിറേഷൻ എങ്ങനെയാണെന്ന് നോക്കും. കൂടുതലാണെങ്കിൽ ഇമ്മീഡിയറ്റ്, കുറവാണെങ്കിൽ എന്താണ്? ആൾക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. കുറവാണെങ്കിലോ റേഡിയൽ പൾസ് കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കില്ല. റേഡിയൽ പൾസ് കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കും. റേഡിയൽ പൾസ് ഇല്ല എന്നാണെങ്കിൽ എന്താണ്? റേഡിയൽ പൾസ് ഇല്ലെങ്കിൽ എന്താണ്? നോ ആണെങ്കിലോ കൺട്രോൾ ബ്ലീഡിങ് അല്ലെ. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. ഓക്കെ, ഇനി റേഡിയൽ പൾസ് ഉണ്ട്, യെസ്, യെസ് എന്നാണെങ്കിലോ അസസ് മെന്റൽ സ്റ്റാറ്റസ്. ക്യാൻ പേഷ്യന്റ് ഫോളോ കമാൻഡ്സ്? എന്താണ്? പേഷ്യന്റ് പറയുന്ന കമാൻഡ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ. ഇല്ല എന്നാണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു, ഉണ്ടെങ്കിൽ ഡിലൈഡ് കെയർ കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയത്. അഫ്ന, ക്ലിയർ ആണോ? യെസ്, നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമ്മുടെ ഇനി വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡാണ് കേട്ടോ. ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡുകൾ നിങ്ങൾ നോക്കിയിട്ട് വരാം കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ച് എളുപ്പമാണ്, വേഗം അങ്ങോട്ട് തേടിപ്പിച്ചു വേഗം. കോഡ് റെഡും കോഡ് പിങ്കും നിങ്ങൾ നോക്കിയിട്ട് വരാം കേട്ടോ. കോഡ് റെഡും കോഡ് പിങ്കും നോക്കാം. അപ്പൊ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്?
ഇതിങ്ങനെ ഓരോന്നും താഴേക്കാണ് കേട്ടോ. ഇതിങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. കോഡ് റെഡ് കണ്ടോ, ഇങ്ങനെ താഴേക്കാണ് ഓരോ പോർഷൻസ് പോകുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കണം. ഇവിടം വരെ ഉണ്ട്. അതിന്റെ ബാലൻസ് ഇപ്പുറത്തെ പേജിൽ ഉണ്ടായിരിക്കും. ഈ റെസ്പോൺസ് കോഡ്സുകൾ അനുസരിച്ചിട്ടാണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഹോസ്പിറ്റൽ അത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാലോ കോഡ് റെഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. കോഡ് റെഡ് എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. കോഡ് റെഡ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കോഡ് റെഡ് ഫയർ, സ്മോക്ക് ഓർഡർ സംതിങ് അല്ലെ. ഫയർ ആയിട്ട് ബന്ധപ്പെട്ടാണ് എന്ത്, ഡേഞ്ചർ സിറ്റുവേഷൻസ് ആണ് നമ്മൾ കോഡ് റെഡിൽ പറയുന്നത്. കോഡ് പിങ്ക് എന്താണ്? ചൈൽഡ് മിസ്സിംഗ്. കോഡ് പിങ്ക് എന്ന് പറയുന്നത് ചൈൽഡ് മിസ്സിംഗ് ഓർ അഡൾട്ട് മിസ്സിംഗ്. കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ സ്പീലേജോ അല്ലെങ്കിൽ ഹസാഡസ് മെറ്റീരിയൽസ് മൂലമുണ്ടാകുന്ന അപകടങ്ങളാണ് കോഡ് ഓറഞ്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. കോഡ് ബ്ലൂ കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുമ്പോൾ കോഡ് ബ്ലൂ ആണ് അലേർട്ട് ചെയ്യിപ്പിക്കുന്നത്. ദെൻ കോഡ് യെല്ലോ ആൻഡ് എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ്. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്താണ് കോഡ് യെല്ലോ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, then code violet, out of control patient. Code violet, out of control patients. Then code brown, an adult patient missing അല്ലെങ്കിൽ ലോസ്, ഒരു പേഷ്യന്റ് അവർക്ക് മിസ് ആയി കഴിഞ്ഞാൽ കോഡ് ബ്രൗൺ ആയിരിക്കും പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അതോടെ കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. യെസ്, ഇപ്പൊ എടുത്ത ഭാഗങ്ങളിൽ ഏതെങ്കിലും സംശയം ഉണ്ടോ? ട്രയേജിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ട്രയേജ് കാറ്റഗറി 1, 2, 3, 4 ഇതെല്ലാം ഓക്കെയാണോ? മനസ്സിലായതൊക്കെ? ഓക്കെ, യെസ്, ടാഗിങ് ഓക്കെയാണോ? ടാഗിങ്, ഒരു കളർ ടാഗ് നോക്കാട്ടോ. നിങ്ങൾ നേരത്തെ ഞാൻ ചോദിച്ചപ്പോ റെഡ് ടാഗ് എന്ന് പറഞ്ഞു, ക്രിട്ടിക്കൽ പേഷ്യൻസ് എന്ന് പറയുന്നത് ഈ ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞത്. ഇത് ടാഗിങ് ചെയ്യുന്നതാണ്. മറ്റത് റെസ്പോൺസ് കോഡുകളാണോ. റെഡ് എന്ന് പറയുന്നത് ഫയറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുമ്പോഴാണ് റെഡ് കളർ, റെഡ് കോഡ് റെസ്പോൺസ് കോഡാണ് കേട്ടോ അത്. ഇത് നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കുന്ന ടാഗുകളാണ് പ്രയോറിറ്റി അനുസരിച്ചിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, സംശയമൊന്നുമില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഒന്നുമില്ലല്ലോ, പിന്നീട് നിങ്ങൾ സംശയമായിട്ട് പറയരുത് കേട്ടോ. ഇപ്പൊ തന്നെ പറഞ്ഞു പോണേ. ക്ലിയർ ആണല്ലോ?
അതായത് കാലുകൾ എലവേറ്റ് ലൈക്ക് ഫോർ ഷോക്ക് എന്ന് പറയുന്നത് എന്താണ്? കാലുകൾ ഉയർത്തി നോക്കുക, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒടിവുകളോ ചർമ്മങ്ങളോ ആ ഒരു സമയത്ത് ട്രീറ്റ്മെന്റ് ടൈമിൽ ഉണ്ടോ എന്ന് ഡോക്ടേഴ്സ് ഇങ്ങനെ കുട്ടിയൊക്കെ നോക്കും. ഇതിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പ്രസന്റിലി ആ കൊണ്ടുവരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഡോക്ടേഴ്സ് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രാക്ചേഴ്സുകളോ അല്ലെങ്കിൽ സ്പ്രിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു.